ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മിസ്ലേനിയസ് കർവ് ആണ്. നമ്മൾ ഫ്രഞ്ച് കർവ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു കുറേ ഇറഗുലർ സർക്കുലർ കർവ്സ് ഉണ്ട്. അതിനെ നമുക്ക് ഡ്രോ ചെയ്യണമെങ്കിൽ യൂഷ്വൽ കോമ്പസും കാര്യങ്ങളൊന്നും പറ്റില്ല. അതിന് പകരം നമുക്ക് ഫ്രഞ്ച് കർവ്സ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള കർവ്സ് ആണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് കർവ്സ്, എലിപ്സ്, പാരബോള, സർക്കിൾ, ഹൈപ്പർബോള അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് നോൺ സർക്കുലർ കർവ്സ് ആയിട്ടുള്ള ഇറഗുലർ കർവ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ കർവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. കർവ്സ് മെയിനായിട്ടും 2 ടൈപ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്ലെയിൻ കർവ്സ് അല്ലെങ്കിൽ സിംഗിൾ കർവ്ഡ് ലൈൻസ്, പിന്നെ ഉള്ളത് സ്പേസ് കർവ്സ് അല്ലെങ്കിൽ ഡബിൾ കർവ്ഡ് ലൈൻസ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ കർവ് എന്ന് പ്ലെയിൻ കർവ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു പോയിന്റ് പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പം ഉണ്ടാവുന്ന കർവ്സിനെയാണ് പ്ലെയിൻ കർവ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു പോയിന്റ് ഒരു സ്പേസിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പേസ് കർവ്സ്. ഡെഫിനിഷൻ ഒന്ന് നോക്കാം ജസ്റ്റ്. പ്ലെയിൻ കർവ്സ് ഓർ ദ സിംഗിൾ കർവ്ഡ് ലൈൻ ഈസ് എ line which is generated by a point that moves in a constantly changing direction in a same plane. ഒരേ പ്ലെയിനിൽ തന്നെ ഒരു പോയിന്റ് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന പാത്തിന് പറയുന്ന പേരാണ് പ്ലെയിൻ കർവ്സ് അല്ലെങ്കിൽ സിംഗിൾ കർവ്ഡ് ലൈൻ. ഫോർ എക്സാമ്പിൾ റോലെറ്റ് ഒരു എക്സാമ്പിൾ, പ്ലെയിൻ കർവ്സിന് എക്സാമ്പിൾ. നമ്മളിതൊക്കെ എന്താണെന്ന് നമ്മൾ ഇനി പിന്നീട് ഈ ചാപ്റ്ററിൽ തന്നെ കാണും. പ്ലെയിൻ കർവ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻവല്യൂട്ട്സ്, സൈക്ലോയിഡൽ കർവ്സ് അല്ലെങ്കിൽ റോലെറ്റ്സ്, സൈക്ലോയിഡ്, ട്രൈക്കോയിഡ്, എപ്പിസൈക്ലോയിഡ്, എപ്പിട്രൈക്കോയിഡ്, അതേപോലെ തന്നെ ഹൈപ്പോസൈക്ലോയിഡ്, ഹൈപ്പോട്രൈക്കോയിഡ്, പിന്നെ ലാസ്റ്റ് പറയാനുള്ളത് സ്പൈറൽസ്. സോ നമുക്ക് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലെയിൻ കർവ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പേസ് കർവ്സ്. സ്പേസ് കർവ്സിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇറ്റ്സ് എ ലൈൻ വിച്ച് ഇസ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് ദാറ്റ് മൂവ്സ് ഇൻ എ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ഡയറക്ഷൻ ഇൻ ദ സ്പേസ്. സ്പേസിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റിൻ്റെ പാത്ത്, അതാണ് സ്പേസ് കർവ് എന്ന് പറയുന്നത്. സ്പേസ് കർവിനെ തന്നെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിലിണ്ട്രിക്കൽ ഹെലിക്സും ഉണ്ട്, കോണിക്കൽ ഹെലിക്സും ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ലേറ്റർ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവല്യൂട്ടാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് ഇൻവല്യൂട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ജോമെട്രിക്കൽ ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക. സർക്കിൾ ആവാം, ഏതെങ്കിലും ഒരു പോളിഗൺ ആവാം, അങ്ങനെ എന്തെങ്കിലും. അതിനെ കവർ ചെയ്തുകൊണ്ട് ഫുൾ ടൈറ്റായിട്ട് അതിനെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ത്രെഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ത്രെഡിനെ നമ്മൾ ഈ പോളിഗണിൽ നിന്നും അഴിച്ച് മാറ്റുകയാണ് അല്ലെങ്കിൽ അൺവൈൻഡ് ചെയ്ത് മാറ്റുകയാണ്. അതിൻ്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും ഈ പോളിഗണിൽ നിന്നും ഈ ലൈനെ അൺവൈൻഡ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കിട്ടുന്ന കർവിന് പറയുന്ന പേരാണ് ഇൻവല്യൂട്ട്. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാൽ, ഇറ്റ് ഈസ് എ കർവ് ട്രേസ്ഡ് ബൈ എ പോയിന്റ് on a taut inextensible string as it unwinds itself from a line or a polygon or a circle. ഒരു സർക്കിളിൽ നിന്നോ ഒരു പോളിഗണിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലൈനിൽ നിന്നോ നമ്മളൊരു സ്ട്രിങ്ങിനെ അൺവൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഫോളോ ചെയ്ത് വരുന്ന പാത്തിനെ പറയുന്ന പേരാണ് ഇൻവല്യൂട്ട് എന്ന്. അപ്പോൾ ഇൻവല്യൂട്ടിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ മെക്കാനിക്കലുകാരാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ഓഫ് ദ ഗിയർ ടീത്തിൻ്റെ പ്രൊഫൈലിൽ ഇൻവല്യൂട്ട് ഓഫ് എ സർക്കിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റിയിട്ടൊക്കെ FM ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നതും ഒരു ഇൻവല്യൂട്ട് ഷേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒക്കെ FM ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തത് ഫിഗർ നോക്കിയാൽ ഇതൊരു ട്രയാങ്കിളിൻ്റെ ഇൻവല്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻവല്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഫിഗറിൽ ഒരു സ്ക്വയറിൻ്റെ ഇൻവല്യൂട്ട്, ഒരു പെൻറ്റഗണിൻ്റെ ഇൻവല്യൂട്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇൻവല്യൂട്ടിനെ പറ്റി നമുക്ക് ഡെഫിനിഷൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എല്ലാത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞ് ഇരിക്കണം. അടുത്തത് വന്നിട്ട് സൈക്ലോയിഡ് ആണ്.
സൈക്ലോയിഡ് ഡെഫിനേഷൻ നോക്കിയാൽ ഇറ്റ് ഇസ് എ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, നോക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യുന്നു. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഒരു എൻഡിൽ നിന്നും ഒരു സർക്കിൾ മൂവ് ചെയ്ത് അല്ലെങ്കിൽ റോൾ ചെയ്ത് വരികയാണെന്ന് വിചാരിക്കുക. ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ്. ഈ സ്ട്രെയിറ്റ് ലൈനിലൂടെ ഈ സർക്കിള് കറങ്ങുമ്പോൾ അല്ലെങ്കിൽ റോൾ ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പാത്ത്, അതിന് പറയുന്ന പേരാണ് സൈക്ലോയിഡ്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുക, ഇതിങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് സൈക്ലോയിഡ്. അപ്പോൾ ഈ സർക്കിളിനെ നമ്മൾ റോളിംഗ് സർക്കിൾ എന്നും അല്ലെങ്കിൽ ജനറേറ്റിംഗ് സർക്കിൾ എന്നും പറയും. കാരണം സൈക്ലോയിഡ് ജനറേറ്റ് ചെയ്യുന്നത് ഈ സർക്കിളിൽ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ജനറേറ്റിംഗ് സർക്കിൾ എന്നും പറയും. ഈ ലൈനിനെ എബൌട്ട് വിച്ച് ദ സർക്കിൾ ഈസ് റോളിംഗ് ഈസ് കോൾഡ് ആസ് ദ ബേസ് ലൈൻ അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് ലൈൻ എന്നും പറയും. ഈ സൈസ് ഓഫ് ദ കർവ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഈ റോളിംഗ് സർക്കിളിന്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സൈസ് ഓഫ് ദ കർവ് വരുന്നത്. സൈക്ലോയിഡൽ കർവിന്റെ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് വരുന്നത് അത് ഗിയർ ടീത്തിന്റെ പ്രൊഫൈലിലാണ് സൈക്ലോയിഡൽ കർവ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഗിയർ ടീത്ത് ജസ്റ്റ് നേരെ വെച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു സൈക്ലോയിഡൽ കർവ്. ഈ ഓരോ മിസ്ലീനിയസ് കർവ്സും നമ്മൾ ഓരോ സ്ഥലത്തെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് എപ്പിസൈക്ലോയിഡ് സൈക്ലോയിഡിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കിയാൽ ഇറ്റ് ഇസ് എ കർവ് generated by a fixed point on the circumference of a circle which rolls without slipping on the outside of a fixed circle. നമുക്ക് നോക്കാം. ഒരു ഫിക്സഡ് സർക്കിൾ ഇമാജിൻ ചെയ്യാം. അതിൻ്റെ ഔട്ട്സൈഡിൽ വേറെ ഒരു സർക്കിൾ ഇതിലൂടെ റോൾ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ റോളിംഗ് സർക്കിൾ, ഇതാണ് നമ്മുടെ ബേസ് സർക്കിൾ അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് സർക്കിൾ. ഇത് നമ്മൾ റോൾ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റ് ഇത് റോൾ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പാത്ത് ജസ്റ്റ് ഇമാജിൻ. എന്തായാലും ഇത് റോൾ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മുടെ റോളിംഗ് സർക്കിൾ റോൾ ചെയ്യുന്നതെങ്കിൽ ഇതിന് ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് എപ്പിസൈക്ലോയിഡ് എന്ന് പറയും. സോ എപ്പിസൈക്ലോയിഡിന്റെ പ്രാക്ടിക്കൽ യൂസേജ് വരുന്നതെന്ന് പറഞ്ഞാൽ സൈക്ലോയിഡൽ കർവ്സ് നമ്മുടെ ഗിയറിന്റെ ടീത്തിൽ തന്നെ എപ്പിസൈക്ലോയിഡൽ പോർഷനും ഉണ്ടാവും, ഹൈപ്പോസൈക്ലോയിഡൽ പോർഷനും ഉണ്ടാവും. ഹൈപ്പോസൈക്ലോയിഡ് എന്താണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കും. നെക്സ്റ്റ് ഹൈപ്പോസൈക്ലോയിഡ് ആണ്. Hypocycloid, it is a curve generated by a fixed point on the circumference of a circle which rolls without slipping on the inside of a fixed curve. The rolling circle is called as a generating circle, and as usual the fixed circle is called as a base or directing circle. അപ്പോൾ നമ്മുടെ എപ്പിസൈക്ലോയിഡിൽ നിന്നും ജസ്റ്റ് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ റോളിംഗ് സർക്കിൾ ബേസ് സർക്കിൾ അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് സർക്കിളിന്റെ അകത്തൂടെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബേസ് സർക്കിൾ അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് സർക്കിൾ എന്ന് വിചാരിക്കുക. അതിനകത്തൂടെ ആയിരിക്കും നമ്മുടെ റോളിംഗ് സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കുക. നമ്മൾ എപ്പോഴും ടച്ച് ചെയ്ത പോയിന്റിനാണ് എപ്പോഴും മോസ്റ്റ്ലി നമ്മൾ കണക്കാക്കാറ്. സോ ഇത് റോൾ ചെയ്യുമ്പോൾ ഏകദേശം ഇതായത് ഇങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ വരുന്ന ഒരു കർവ് ഏകദേശം ഇതുപോലെ ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ഹൈപ്പോസൈക്ലോയിഡ്. റോളിംഗ് സർക്കിൾ ഇൻസൈഡ് ഓഫ് ദ ഡയറക്റ്റിംഗ് സർക്കിൾ ആയിരിക്കും ഹൈപ്പോസൈക്ലോയിഡിന്റെ കേസിൽ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നോട്ടായിട്ട് തന്നെ തന്നിട്ടുണ്ട്. വെൻ ദ ഡയമീറ്റർ ഓഫ് ദ റോളിംഗ് സർക്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ ഡയറക്റ്റിംഗ് സർക്കിൾ ദ ഹൈപ്പോസൈക്ലോയിഡ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് കുറച്ച് ഇമാജിൻ ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. ജസ്റ്റ് ഞാനൊരു ഫിഗർ വരച്ച് അത് പറയാം. ഇത് നമ്മുടെ ഡയറക്റ്റിംഗ് സർക്കിളിന്റെ റേഡിയസ് ആവണം റോളിംഗ് സർക്കിളിന്റെ ഡയമീറ്റർ. ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ ഇത് റോൾ ചെയ്ത് ഈ റോളിംഗ് സർക്കിൾ റോൾ ചെയ്ത് ഉണ്ടാവുന്ന ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ
ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ട്രോക്കോയിഡ് ആണ്. ട്രോക്കോയിഡിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കിയാൽ, ഇറ്റ് ഈസ് എ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ലൈയിങ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എലോങ് എ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനിലൂടെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ റോളിംഗ് സർക്കിൾ റോൾ ചെയ്യാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പുറത്ത് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ അകത്ത് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് ട്രോക്കോയിഡ് എന്ന്. ജസ്റ്റ് നമ്മളൊന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ റോളിംഗ് സർക്കിൾ ഉണ്ട്. ഈ പ്രാവശ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നെങ്കിൽ പോയിന്റ് ഔട്ട്സൈഡ് ഓഫ് ദി സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, അല്ലെങ്കിൽ ഇൻസൈഡ് ഓഫ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു ഫിക്സഡ് പോയിന്റ് ആയിരിക്കും അത്. സോ ഇതാണ് ട്രോക്കോയിഡ്. ട്രോക്കോയിഡ് തന്നെ സുപ്പീരിയർ ട്രോക്കോയിഡ് ഉണ്ട്, ഇൻഫീരിയർ ട്രോക്കോയിഡ് ഉണ്ട്. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഔട്ട്സൈഡ് ദ സർക്കംഫറൻസ് ഓഫ് ദ റോളിംഗ് സർക്കിൾ ആണ്. ഇൻഫീരിയർ ട്രോക്കോയിഡ് എന്ന് പറഞ്ഞാൽ കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് ദാറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കംഫറൻസ് ഓഫ് ദ റോളിംഗ് സർക്കിൾ. ഇനി അടുത്തത് നമ്മൾ എപ്പി സൈക്ലോയിഡും ഹൈപ്പോ സൈക്ലോയിഡും കണ്ടിരുന്നു. സെയിം തന്നെയാണ് എപ്പി ട്രോക്കോയിഡും ഹൈപ്പോട്രോക്കോയിഡ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് റോളിംഗ് സർക്കിളിൻ്റെ അകത്തോ പുറത്തോ ആയിരിക്കും. ജസ്റ്റ് നമ്മൾ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഇതാണ് നമ്മുടെ ഡയറക്റ്റിംഗ് സർക്കിൾ എന്ന് വിചാരിക്കുക. എപ്പി സൈക്ലോയിഡിൻ്റെ കേസിൽ നമ്മുടെ റോളിംഗ് സർക്കിൾ എന്തായിരിക്കും? പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ റോളിംഗ് സർക്കിളിൽ നിന്നും ഒന്നുകിൽ അതിൻ്റെ സർക്കംഫറൻസിന് പുറത്ത് അല്ലെങ്കിൽ സർക്കംഫറൻസിന് അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കർവിന് പറയുന്ന പേരാണ് എപ്പി ട്രോക്കോയിഡ്. ഇൻ കേസ് ഓഫ് ഹൈപ്പോട്രോക്കോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റിംഗ് സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ റോളിംഗ് സർക്കിൾ. ഡെഫിനിഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ലൈയിങ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് അലോങ് ദി ഇൻസൈഡ് സർഫേസ് ഓഫ് ദ ഡയറക്റ്റിംഗ് സർക്കിൾ. ഇതിനും സുപ്പീരിയർ ഹൈപ്പോ ട്രോക്കോയിഡും ഉണ്ട്, ഇൻഫീരിയർ ഹൈപ്പോ ട്രോക്കോയിഡ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഫിക്സഡ് പോയിന്റ് ഇൻസൈഡ് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ആണെങ്കിൽ അതിന് ഇൻഫീരിയർ ഹൈപ്പോ ട്രോക്കോയിഡ് എന്നും, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് സർക്കംഫറൻസിന് വെളിയിലാണെങ്കിൽ അതിനെ സുപ്പീരിയർ ഹൈപ്പോ ട്രോക്കോയിഡ് എന്നും വിളിക്കും. അടുത്തത് ഹെലിക്സ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്ലെയിൻ കർവ്സിൻ്റെ ലാസ്റ്റ് ഒരു ടൈപ്പാണ് ഹെലിക്സ്. ഹെലിക്സ് ഇസ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് മൂവിങ് ഇൻ എ സർഫസ് ഓഫ് എ സിലിണ്ടർ ഓർ ഓൺ എ കോൺ in a circumferential direction at a constant angular velocity and in angular direction at a uniform rate. It can also be defined as a space curve generated by a point uniformly along a straight line while the line revolves uniformly about another line called as axis. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഹെലിക്സിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സിലിണ്ടറിനെ കൺസിഡർ ചെയ്യാം. ഈ സിലിണ്ടറിൻ്റെ സർഫസിലൂടെ ഏതോ ഒരു പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കൂടി മൂവ് ചെയ്യുമ്പോൾ നമുക്കത് വിസിബിളായിട്ട് കാണാം. ഇത് പുറമോട്ട് പോവുകയാണ്, ഇതിൻ്റെ പുറവശത്ത് നമുക്ക് അവിടെ വിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് വരച്ച് കാണിക്കുന്നു. സോ ഇതിനെ പറയുന്ന പേരാണ് ഒരു ഹെലിക്സ് എന്ന്. ഒരു സിലിണ്ടറിന് ചുറ്റും, സിലിണ്ടറിൻ്റെ സർഫസിന് ചുറ്റും ഒരു പോയിന്റ് മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കോണിൻ്റെ സർഫസിന് ചുറ്റും ഒരു പോയിന്റ് യൂണിഫോം ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അങ്ങനെ ഫോം ചെയ്യുന്ന ഫിഗർ അല്ലെങ്കിൽ കർവിന് പറയുന്ന പേരാണ് ഹെലിക്സ്. ഹെലിക്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സിലിണ്ടറിക്കൽ ഹെലിക്സും കോണിക്കൽ ഹെലിക്സും. സിലിണ്ടറിക്കൽ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ചുറ്റുമായിരിക്കും, സിലിണ്ടറിൻ്റെ സർഫേസിലായിരിക്കും ഒരു പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സ്പേസ് കർവിനെ പറയുന്ന പേരാണ് സിലിണ്ടറിക്കൽ ഹെലിക്സ്. കോണിക്കൽ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോണിൻ്റെ സർഫേസിന് എബൌട്ട് ആയിട്ടായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഒരു പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഹെലിക്സിന് പറയുന്ന പേരാണ് കോണിക്കൽ ഹെലിക്സ് എന്ന് പറയും. അതാണ് അവരുടെ തമ്മിലുള്ള ബേസിക് ഡെഫിനേഷൻ. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരച്ചിട്ടുള്ള ഒരു ഫിഗറാണ്. ഇപ്പോൾ നമ്മൾ ഈ സിലിണ്ടറിനെ കൺസിഡർ ചെയ്യുക. ഇതാണല്ലോ നമ്മുടെ സിലിണ്ടർ. ഈ സിലിണ്ടറിനെ നമ്മൾ ജസ്റ്റ്
കട്ട് ചെയ്ത് ഇത് ഒരു റെക്റ്റാങ്കുലർ ഫിഗർ ആയിട്ട് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളതിനെ കട്ട് ചെയ്യുന്നു, ഒരു റെക്റ്റാങ്കുലർ ഫിഗർ ആയിട്ട് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഹെലിക്സ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് അപ്പിയർ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് സിലിണ്ടറിനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ ഈ ബേസുമായി മേക്ക് ചെയ്യുന്ന ആംഗിളിന് പറയുന്ന പേരാണ് ഹെലിക്സ് ആംഗിൾ എന്ന് പറയും. ഹെലിക്സ് ആംഗിൾ തീറ്റ. അപ്പോൾ നമുക്ക് ഈ ഹെലിക്സ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഹെലിക്സ് ആംഗിളിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇക്വേഷൻ എന്താണ്? ടാൻ തീറ്റ ജസ്റ്റ് നമുക്ക് എടുത്തു നോക്കാം. ടാൻ തീറ്റ എടുക്കുമ്പോൾ ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓർ ദ പെരിമീറ്റർ ഓഫ് സിലിണ്ടറിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് ദ സിലിണ്ടർ ആയിരിക്കും. സോ അതിന് പറയുന്ന പേരാണ് ഹെലിക്സ് ആംഗിൾ. കോണിക്കൽ ഹെലിക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ ഇത്രയുമാണ് ഈ ഒരു മിസ്ലീനിയസ് കർവ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പോൾ എല്ലാ കർവ്സിൻ്റെയും ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.